കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗിരേട്ടൻ എന്നെ ഒരുപാട് അന്വേഷിച്ചു അല്ലേ? ഏതായാലും ഗിരേട്ടൻ ചെയ്തത് ബുദ്ധിയാ. എന്നെ കാണാതായപ്പോൾ ഗിരേട്ടൻ പാർവതി കല്യാണം കഴിച്ചത് നന്നായി. അതുകൊണ്ട് പാർവതി ഇത്രയും നാളെ സേഫായല്ലോ. അവരറിഞ്ഞാ എന്തായാലും കൂടെ വരാൻ നിൽക്കും. പിന്നെ നിങ്ങളെല്ലാവരും കൊണ്ടുപോകേണ്ടി വരും. എല്ലാവരും ഉണ്ടെങ്കിലേ ഡോക്ടറെ അന്വേഷിക്കാൻ പറ്റില്ല. ഗിരേട്ടാ, ആദ്യമായിട്ടാ പിള്ളേരെ കൂട്ടാതെ സാധനം എടുക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ആഘോഷമായിട്ടൊരു പോക്കുണ്ട്. പിള്ളേർക്ക് കൂടെ ഇറങ്ങി ടൗണിലേക്ക് പോകാൻ പറ്റുന്നൊരു ദിവസമല്ലേ, അതൊരു സന്തോഷമല്ലേ. അവരില്ലാതെ എനിക്ക് ടൗണിൽ പോയി സാധനം എടുക്കാനേ പറ്റില്ല. അതൊരു ശീലമായിപ്പോയി. സാരമില്ല. ഇത്തവണ ഇങ്ങനെ അങ്ങ് പോട്ടെ. നമുക്ക് ഡോക്ടറെ കണ്ടെത്തുന്നതല്ലേ പ്രധാനം. അല്ല, ഗിരേട്ടൻ ഇങ്ങനെ തനിച്ച് പട്ടണത്തിൽ പോകുന്നത്? തനിച്ചല്ല, സോമു വരുന്നുണ്ട്. ആയിക്കോട്ടെ. എങ്കിലും പിള്ളേരെ അറിയിക്കാതെയുള്ള ഈ പോക്ക് അവരറിയുമ്പോൾ അവർക്ക് വിഷമാവില്ലേ? വിഷമാവും. പാറു, അതെ, എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് അവരെ ഈ വിവരം അറിയിക്കണ്ട. അവരുടെ സങ്കടം കണ്ടുകൊണ്ട് പോയാൽ എനിക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല. പോയിട്ട് വരട്ടെ, എന്നിട്ട് പറയാം. എനിക്ക് വേണ്ടി ഗിരേട്ടൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ? ഞാൻ ഗിരേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? അതൊന്നും സാരമില്ല പാറു. എല്ലാം പാറുവിന് വേണ്ടിയിട്ടല്ലേ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ആണോ? ഇതിനേക്കാളും വലിയ വിഷമമല്ലേ പാറു അനുഭവിക്കുന്നത്. അത് തീർക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. എൻ്റെ കാര്യം ഓർത്ത് പാറു വിഷമിക്കുന്നു വേണ്ട. പാറു കിടക്കാൻ നോക്ക്. എനിക്കും കിടക്കണം. രാവിലെ എഴുന്നേക്കണ്ടല്ലേ. ആരാ? സിദ്ധാർത്ഥ്, ഡോക്ടർ സിദ്ധാർത്ഥ്. കയ്യിലുള്ളത് എപ്പോൾ വേണമെങ്കിലും മാഞ്ഞു പോകാലോ. പക്ഷേ പാർവതിയുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത് സിദ്ധാർത്ഥ് എന്നുള്ള എൻ്റെ പേരിൽ. അതൊരിക്കലും മാഞ്ഞു പോലല്ലോ. ഐ ലവ് യു. ലവ് യു ടു. പാർവതി ഇല്ലേ ഇവിടെ?
ആരാ ചേച്ചി? ഞാൻ ജീവന തുല്യ സ്നേഹിക്കുന്ന, ലോകാവസാനം വരെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ ഒപ്പം ഇവിടെ നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം സിദ്ധു. ഗിരിയേട്ടനുണ്ടായിരുന്നോ ഇവിടെ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗിരിയേട്ടൻ എന്നെ ഒരുപാട് അന്വേഷിച്ചില്ലേ? ഏതായാലും ഗിരിയേട്ടൻ ചെയ്തത് ബുദ്ധിയാ. എന്നെ കാണാതായപ്പോൾ ഗിരിയേട്ടൻ പാർവതി കല്യാണം കഴിച്ചത് നന്നായി. അതുകൊണ്ട് പാർവതി ഇത്രയും നാൾ സേഫായല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എല്ലാം ഗിരിയേട്ടൻ്റെ നാടകമായിരുന്നില്ലേ? ആണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം പാർവതി എൻ്റെ പെണ്ണ. അവൾ ഒരിക്കലും എന്നെ ചതിക്കില്ല. അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഗിരിയേട്ടനെന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് ശരിയല്ലെന്നുണ്ടോ? തൽക്കാലം പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പാറുവിനെ കല്യാണം കഴിച്ചത്. ഇല്ലെങ്കിൽ അമ്മാവൻ പാറുവിനെ വേറെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുത്തേനെ. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കാന്നുള്ള ആ വാക്ക് ഞാനെങ്ങനെ പാലിക്കും?